ഓക്കെ, നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് പലതരത്തിലുള്ള ഡോക്യുമെന്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മളൊരു കഴിഞ്ഞ ചില വീഡിയോസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചും ഒരു ലൈൻ ബ്രേക്ക്, അതുപോലെ തന്നെ പാരാഗ്രാഫ് ബ്രേക്കിംഗ്, പിന്നെ സ്പേസ് കൊടുക്കുക, പിന്നെ ഇപ്പോൾ ഡോക്യുമെന്റിന്റെ പല പൊസിഷൻസ് സെന്ററിലാക്കുക, ലെഫ്റ്റ് അലൈൻ ചെയ്യുക, റൈറ്റ് അലൈൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടു. ഇന്ന് ഫോണ്ടിന്റെ ചില ചെറിയ കസ്റ്റമൈസേഷൻസ് കണ്ടു. പിന്നെ നമ്മൾ A4 പേപ്പർ ഇവിടെ ഡോക്യുമെന്റ് ക്ലാസ്സിൽ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുക്കുന്നതൊക്കെ കണ്ടു. ഇന്ന് നമ്മൾ പലതരത്തിലുള്ള ഡോക്യുമെന്റ്സ് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ആർട്ടിക്കിൾ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നോട്ട് എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ആവശ്യമില്ലെങ്കിലും നമ്മളൊരു നോട്ട് തയ്യാറാക്കുമ്പോൾ ആദ്യമേ അതിൻ്റെ ഒരു ടൈറ്റിലും അതിൻ്റെ പേര്, ഓതറിന്റെ പേരും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. സോ നമ്മൾ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരെണ്ണം പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണ് നോക്കാം. നമുക്ക് ആദ്യമേ അതിനൊരു ടൈറ്റിൽ കൊടുക്കണം. ഈ സാധാരണ നമ്മൾ ഈ കാര്യങ്ങൾ എഴുതുന്നത്, ടൈറ്റിൽ, ഓതറൊക്കെ എഴുതുന്നത് ഡോക്യുമെന്റ് ക്ലാസ് എന്ന് പറയുന്ന ആ ലൈൻ്റെയും അതോടൊപ്പം തന്നെ ബിഗിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ലൈൻ്റെ ഇടയ്ക്കുള്ള ഈ സ്ഥലത്താണ്. ഈ സ്ഥലത്തിനെ പ്രിയാമ്പിൾ എന്നാണ് വിളിക്കുക. പ്രിയാമ്പിൾ, ലാറ്റെക്കിന്റെ പ്രിയാമ്പിൾ എന്നാണ്. പ്രിയാമ്പിളിലാണ് ഇത്തരം കമാൻഡുകൾ എഴുതുക. ഇനി ഇതുപോലെ തന്നെ പ്രിയാമ്പിൾ എഴുതുന്ന മറ്റു ചില കമാൻഡുകളും ഉണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന സാഹചര്യങ്ങൾ കാണാം. സോ നമ്മളിപ്പോൾ ടൈറ്റിൽ കൊടുക്കുകയാണ്. ടൈറ്റിൽ എന്നുള്ള പേരിൽ ഇതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കും. ഇതൊരു ഓപ്പൺ സോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓതർ വിക്കിപീഡിയയിൽ നിന്ന് എടുത്തതായതുകൊണ്ട് വിക്കിപീഡിയ എന്നുള്ള പേര് കൊടുത്തു. ഇനി നമുക്കറിയാം ഏതൊരു തരത്തിലുള്ള ആർട്ടിക്കിൾസ് എഴുതുമ്പോഴും അതിന് പല പാർട്ടുകളുണ്ടാകും. സോ ആദ്യം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഇതിനെ എല്ലാ ആർട്ടിക്കിളിനെയും നമ്മൾ സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ നമ്മൾ അതുകൊണ്ട് തന്നെ ആദ്യമേ ഒരു സെക്ഷൻ എന്നുള്ള പേരിൽ ഇൻട്രൊഡക്ഷൻ എഴുതുന്നു. തുടർന്ന് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് വരികയായിരിക്കും. അടുത്ത് വീണ്ടും സെക്ഷൻ വിക്കിപീഡിയ. വീണ്ടും അടുത്തൊരു സെക്ഷൻ വേണമെങ്കിൽ സെക്ഷൻ എക്കണോമിക് അനാലിസിസ്. തുടർന്ന് അടുത്തൊരു സെക്ഷൻ ആപ്ലിക്കേഷൻസ്. ഇനി വീണ്ടും നമുക്കിപ്പോൾ ഈ ആപ്ലിക്കേഷൻസിനിടയ്ക്ക് വീണ്ടും ഒരു സെക്ഷൻ്റെ ഇടയിൽ മറ്റൊരു സെക്ഷനും കൂടിയുണ്ട്. അതിന്റെ പാർട്ടായിട്ട് മറ്റൊരെണ്ണം വരണമെന്നുണ്ടെങ്കിൽ അത് സബ്സെക്ഷൻ കൊടുക്കുക. ഈ സബ്സെക്ഷന്റെ ഇടയ്ക്ക് വീണ്ടും അതിലും ചില സബ് ഉണ്ടെങ്കിൽ വീണ്ടും സബ്സെക്ഷൻ കൊടുക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് സെക്ഷൻ, സബ്സെക്ഷൻ, സബ്സെക്ഷൻ ഇങ്ങനെ 3 ലെവലിലേക്ക് ഇത് പോകുന്നതായിരിക്കും. ഇങ്ങനെ നമ്മളിതെല്ലാം ടൈപ്പ് ചെയ്തു സേവ് ചെയ്യുന്നു. തുടർന്ന് PDF ലാറ്റെക്, വ്യൂ PDF നോക്കുന്നു. ഇങ്ങനെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് കാണുക. നമ്മൾ കൊടുത്തിട്ട് സെക്ഷൻ 1. നമ്മൾ സെക്ഷൻ എന്ന് മാത്രമേ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. എത്രാമത്തെ സെക്ഷൻ ആണെന്നൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഈ ഡോക്യുമെന്റിൽ ആദ്യമായി കൊടുത്ത സെക്ഷൻ ആയതുകൊണ്ട് അത് 1 എന്നുള്ള നമ്പർ വരും. സ്പേസ് ഇൻട്രൊഡക്ഷൻ എന്ന് എഴുതി തുടർന്ന് സെക്ഷനിലെ അതിന്റെ കണ്ടന്റ് വരുന്നു. നമ്മൾ അടുത്ത് കൊടുത്തത് രണ്ടാമതാണ് കൊടുത്ത സെക്ഷൻ ആയതുകൊണ്ട് അതിന് 2 എന്ന് വരും. അതുപോലെ തന്നെ മൂന്നാമത് കൊടുത്ത സെക്ഷൻ 3 എന്ന് വരും. അതുപോലെ തന്നെ നാലാമത്തേത്, അഞ്ചാമത്തേത്. ഇനി നാലാമത്തതിനുള്ളിൽ എന്ന സബ്സെക്ഷൻ ആയതുകൊണ്ട് അവിടെ സൊസൈറ്റി ആൻഡ് കൾച്ചർ 4.1 എന്നായിരിക്കും വരിക. ഇപ്പൊ സപ്പോസ് ഇത് ഒന്നാമത്തെ സെക്ഷനുള്ളിൽ ഒരു സബ്സെക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് 1.1 എന്ന് വന്നേനെ. നമുക്കതൊക്കെ ചെക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, നമ്മളിവിടെ ടൈറ്റിൽ കൊടുത്തു, ഓതർ കൊടുത്തു. പക്ഷെ ഈ ടൈറ്റിലും ഓതറും ഇവിടെ വന്നില്ല. അപ്പൊ ടൈറ്റിലും ഓതറും കൊടുത്തു, ടൈറ്റിൽ ഓതറും പ്രിന്റ് ചെയ്ത് വന്നില്ല. പക്ഷെ ടൈറ്റിലും ഓതറും ഈ ടെക്കിന് കാണാൻ പറ്റും. നമ്മളിത് പ്രിന്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡോക്യുമെന്റ്, ബിഗിൻ ഡോക്യുമെന്റ് കഴിഞ്ഞിട്ട് ഒരു കമാൻഡ് കൂടി കൊടുക്കണം. മേക്ക് കമാൻഡ് അല്ലേ, /make ടൈറ്റിൽ. അങ്ങനെ ഒരു കമാൻഡ് കൂടി കൊടുത്താലേ ആ ടൈറ്റിൽ പ്രിന്റ് ചെയ്ത് വരത്തുള്ളൂ. നമുക്ക് ഇനി സേവ് ചെയ്യാം, കമ്പയർ ചെയ്യാം. വ്യൂ PDF ഒക്കെ നോക്കൂ. ഇതാ ടൈറ്റിൽ വന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ ഓതർ വന്നു. തുടർന്ന് പിന്നെ എന്തുകൂടി വന്നു, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ഡേറ്റും കൂടി അവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തില്ലെങ്കിലും ഇതെന്നാണോ കമ്പയർ ചെയ്യുക ആ ദിവസത്തെ ഡേറ്റ് അവിടെ വരും. ഇനി നിങ്ങൾക്ക് അങ്ങനല്ല, നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഡേറ്റ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഉണ്ട്. ആ കമാൻഡിനുള്ളിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഡേറ്റ് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ കൊടുക്കാം. ഇപ്പൊ നമ്മൾ സാധാരണ എഴുതുന്നത് പോലെ 15/5/2019 അന്ന് പ്രിപ്പയർ ചെയ്തതാണ് എന്ന് വിചാരിക്കുക.
സോ സേവ് ചെയ്തു PDF ലാറ്റക് UPDF നമ്മുടെ ആ ഡേറ്റ് അവിടെ വരും. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ഇതാണ് ടൈറ്റിൽ, ഓഥർ, അതിൻ്റെ കാര്യം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ സപ്പോസ് ഈ ഇൻട്രൊഡക്ഷനുള്ളിൽ ഈ പാർട്ട് നമുക്കൊരു സബ്സെക്ഷൻ ആയിട്ടാണ് കൊടുക്കേണ്ടത് എന്ന് വിചാരിക്കും. ഇവിടെ ഒരു സബ്സെക്ഷൻ ഓപ്പൺ സോഴ്സ് മോഡൽ എന്നാണ് അതിൻ്റെ പേര്. നോക്കുക, ഓപ്പൺ സോഴ്സ് മോഡൽ. അത് 1.1 എന്നായി. ഇനി നിങ്ങൾക്ക് വീണ്ടും മറ്റൊരു സബ്സെക്ഷനും കൂടി കൊടുക്കണമെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതിന് ഞാൻ അടുത്തൊരു സബ്സെക്ഷൻ പ്രത്യേകിച്ച് പേര് എടുക്കുന്നില്ല, അനദർ. അത് 1.2 എന്നായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെക്ഷനുള്ളിൽ വരുന്ന സബ്സെക്ഷൻസ് 1.1, 1.2 ആ സെക്ഷന്റെ ചുവട്ടിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. നമുക്ക് നമ്മൾ മാനുവലായിട്ട് അതിന് നമ്പറിങ്ങോ ഒന്നും നൽകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ആ സബ്സെക്ഷന്റെ കാര്യം ഒന്ന് നോക്കാം. നമ്മളിവിടെ ഒരു സബ്സെക്ഷൻ കൊടുത്തു. ആ സബ്സെക്ഷനുള്ളിൽ മറ്റൊരു സബ്സെക്ഷൻ ഉണ്ട് വിചാരിക്കുക. ഇത് ഒരു സബ്സെക്ഷനാണ്, സബ്സെക്ഷൻ. അവിടെ അത് 4.1.1 എന്നായിരിക്കും. ഇതാണ് ഇതിൻ്റെ അടുത്ത ലെവൽ. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെയും അടുത്തൊരു സബ്സെക്ഷൻ ആണെങ്കിൽ 4.1.2 എന്നാകും. അത് കൃത്യമായിട്ട് ആ ഓർഡറിൽ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു ആർട്ടിക്കിളിനെ സെക്ഷൻസ് ആയിട്ടും കൾച്ചർ ഇൻ 20th സെഞ്ച്വറി, ഒരു ആർട്ടിക്കിളിനെ നമുക്കിങ്ങനെ സെക്ഷൻസ്, സബ്സെക്ഷൻസ്, സബ്സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായി സാധിക്കും. ഓക്കെ, ഇനിയാണ് നമ്മൾ, അപ്പോൾ ഇതൊരു ആർട്ടിക്കിളിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ഒരു ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ നമ്മൾ ലെഫ്റ്റ് കോട്ട് എഴുതുന്നത് ഇതേ ഈ കൾച്ചർ മോഡിങ് എന്നൊരു കണ്ടന്റിൽ മോഡിങ്ങില് കോട്ട് എന്ന് പറയുന്നത് കോട്ട്സ് കൊടുത്തപ്പോഴേക്കും റൈറ്റ് കോട്ട്സ് ആയിട്ടാണ് ലെഫ്റ്റും വന്നിരിക്കുന്നത്. പക്ഷെ ലൈസൻസസ് എന്നുള്ളത് നോക്കിയാൽ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് നോക്കണം. എക്കണോമിക് അനാലിസിസ് അല്ലേ. പക്ഷെ ലൈസൻസസ് എന്നുള്ള സ്ഥലത്ത് കോഡ്സ് കൃത്യമായി വന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് ലെഫ്റ്റ് കോഡ്സും റൈറ്റ് കോഡ്സും. റൈറ്റ് കോഡ്സ് കൊടുക്കുന്നത് നമ്മുടെ സാധാരണ കോട്ട് കൊടുക്കുന്ന സിമ്പിൾ തന്നെ എൻ്റെ ലെഫ്റ്റിലുള്ള അഫസ്ട്രോഫി തന്നെ കൊടുത്താൽ മതിയാകും. പക്ഷെ ലെഫ്റ്റ് കോട്ട് ആണെങ്കിൽ അങ്ങനെ കൊടുത്താൽ പറ്റില്ല. അഫസ്ട്രോഫി അതിൻ്റെ റൈറ്റ് കോട്ട് എന്ന് പറയുന്നത് ആ സിമ്പിൾ അത് തന്നെ കൊടുത്താൽ മതി. അഫസ്ട്രോഫി സിമ്പിൾ അത് തന്നെ ലെഫ്റ്റ് കോട്ടായി നൽകിയാൽ പറ്റത്തില്ല. അപ്പൊ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പൊ ഇത് രണ്ട് റൈറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ലെഫ്റ്റ് കോഡ്സിന് നൽകേണ്ടത് ഇതല്ല. ലെഫ്റ്റ് കോഡ് സിമ്പിൾ എസ്കേപ്പ് കീയുടെ ചുവട്ടിലുള്ള സിമ്പിൾ ആണ് കൊടുക്കാനുള്ളത്. ഇതാണ് ലെഫ്റ്റ് കോഡ്സിന് നൽകുന്ന സിമ്പിൾ. ലെഫ്റ്റും റൈറ്റും കോഡ്സ് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഓർത്തിരിക്കുക. ഇനി അല്ല, നിങ്ങൾക്ക് കമാൻഡ് ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. LQ അത് സിംഗിൾ ലെഫ്റ്റ് കോട്ട് തരും. സിംഗിൾ ലെഫ്റ്റ് കോട്ട് ഓക്കെ, സിംഗിൾ ആണ്. വീണ്ടും അഗെയിൻ LQ ഡബിൾ കോട്ട്സ്. സിമിലർലി നമുക്ക് RQ കമാൻഡ് ഉപയോഗിച്ചിട്ട് റൈറ്റ് കോട്ട്സും അത് നമ്മുടെ
സാഹചര്യം ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതൊരു മാർജിൻ, ലെഫ്റ്റ് മാർജിൻ ഉണ്ട്, റൈറ്റ് മാർജിൻ ഉണ്ട്, ടോപ്പ് മാർജിൻ ഉണ്ട്, ബോട്ടം മാർജിൻ ഉണ്ട്, ഇവിടെയുണ്ട്. നമുക്കൊരു ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ ചിലപ്പോൾ മാർജിൻ വലുതാക്കേണ്ടി വരും, ചിലപ്പോൾ ചെറുതാക്കേണ്ടി വരും. എങ്ങനെ ചെയ്യാം എന്നാണ്. നമുക്ക് ലാറ്റക്സിൽ ഡീഫോൾട്ട് ആയിട്ട് അതിന് മാർഗമില്ല. അപ്പോൾ അതൊരു അഡീഷണൽ ഫീച്ചറാണ്. അത്തരം ഫീച്ചേഴ്സ് ചെയ്യാനായി നമുക്ക് ലാറ്റക്സിൽ അഡീഷണൽ പാക്കേജുകൾ എന്നറിയപ്പെടുന്ന ഫയൽസ് ഉണ്ട്. നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പാക്കേജുകൾ, ലാറ്റക്സിൽ ആയിരക്കണക്കിന് പാക്കേജുകൾ അവൈലബിൾ ആണ്. ഇത്തരം ഇതിന്റെ ഹെഡിങ്, മാർജിൻ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള പാക്കേജിന്റെ പേര് ജോമെട്രി എന്നാണ്. നമ്മളൊരു പാക്കേജ് ഇതിൽ ഇപ്പം ഞാൻ ഇവിടെ ഒരു പാക്കേജും അഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു പാക്കേജ് അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇതിലേക്ക് വിളിക്കണം. ആ പാക്കേജിനെ ഈ ഡോക്യുമെന്റിലേക്ക് കോൾ ചെയ്യണം, അല്ലെങ്കിൽ ലോഡ് ചെയ്യണം. അത് ലോഡ് ചെയ്യുന്നതിന് ഒരു കമാൻഡ് ഉണ്ട്. അത് കൊടുക്കുന്നത് ഈ ഇതിനാണ്, പ്രിയാമ്പിളിലാണ്. അതായത് ബിഗിൻ ഡോക്യുമെന്റിനും ഡോക്യുമെന്റ് ക്ലാസ്സിനും ഇടയ്ക്കുള്ള ഈ സ്ഥലത്താണ്. യൂസ് പാക്കേജ് എന്നാണ് പേര് കൊടുക്കുക. ജിയോമെട്രി METRY എന്ന് ഇത് കൊടുത്തു എന്ന് എഴുതി നമുക്ക് മാർജിൻ മാറില്ല. നമ്മളിനി ജിയോമെട്രി എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അതിനുള്ളിൽ നമുക്ക് 4 മാർജിനും സെറ്റ് ചെയ്യാം. അത് വേണമെങ്കിൽ ഒരു സിംഗിൾ കമാൻഡ് ആയിട്ട് തന്നെ കൊടുക്കാം. മാർജിൻ ഈക്വൽ ടു 3 സെന്റിമീറ്റർ എന്ന് കൊടുത്താൽ 4 മാർജിനും 3 സെന്റിമീറ്റർ ആവും. ഞാൻ സേവ് ചെയ്തു. യൂസ് പാക്കേജിന്റെ സ്പെല്ലിംഗ് മാറിപ്പോയി. PACKAGE. ഓക്കെ, യൂസ് പാക്കേജ്. ഓക്കെ, കമ്പയർ ചെയ്തു, ഔട്ട്പുട്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ 3 മാർജിൻ, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്, ഇത് ബോട്ടം. പിന്നെ ഇത് ടൈറ്റിൽ പേജ് ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് മാർജിൻ, ടോപ്പ് മാർജിൻ കൂടുതൽ. അത് സെക്കൻഡ് പേജ് നോക്കിയാൽ ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, അതോടൊപ്പം തന്നെ ബോട്ടം. അങ്ങനെ നമുക്ക് 3 മാർജിൻസ് എല്ലാം 3 സെന്റിമീറ്റർ. അത് ഉണ്ട്. ടോപ്പും ബോട്ടവും ചിലപ്പോൾ ഒരു ചെറിയ അഡീഷണൽ മാർജിൻ കൂടി വരും. അവിടെ ഹെഡറൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനുള്ള സ്ഥലം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് 4 മാർജിനും 4ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു മാർഗമാണ്. മാർജിൻ ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഇനി ഞാൻ ഇവിടെ ഇതിന് മുന്നിൽ ഒരു പെർസെൻറ്റേജ് ഇടുകയാണെന്ന് വിചാരിക്കുക. പെർസെൻറ്റേജ് ഇട്ടാൽ അത് കമന്റ് ആണ്. കമന്റുകളെ സൂചിപ്പിക്കുന്നത് പെർസെൻറ്റേജ് ആണ്. അതായത് ഈ പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ ഇത് വായിക്കത്തില്ല. ഞാൻ സേവ് ചെയ്തു. ലാറ്റക്സിന് വായിക്കാൻ പറ്റില്ല. അപ്പോൾ വേണ്ട, മാർജിൻ വീണ്ടും പഴയപടിയാവും. നമുക്ക് എവിടെ വേണമെങ്കിലും പെർസെൻറ്റേജ് കൊടുക്കാം. നമ്മൾ എവിടെയെങ്കിലും പെർസെൻറ്റേജ് കൊടുത്താൽ അവിടെയെല്ലാം അത് ആ സെക്ഷൻ പെർസെൻറ്റേജ് കൊടുക്കുന്ന ഭാഗം ലാറ്റക്സ് വായിക്കില്ല. അത് നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമുകളിലുള്ളതാണ്. ഇത് കമന്റിങ് ക്യാരക്ടർ. സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, ഔട്ട്പുട്ട്. ഇവിടെ ശ്രദ്ധിക്കൂ, അവിടുത്തെ ഒരു വ്യത്യാസം ഇപ്പോൾ മനസ്സിലാകും. ഉണ്ടോ? ഇവിടെ സെക്ഷൻ കൊടുത്തിരുന്നില്ല. നേരത്തെ സെക്ഷൻ 1 കൊടുത്തപ്പോൾ ഇത് 1.1 ആയിരുന്നു. ഇപ്പൊ സെക്ഷൻ കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ സെക്ഷൻസിനുള്ളിൽ ഇതൊരു സെക്ഷനുള്ളിലല്ല. അപ്പോൾ 0.1 എന്നുള്ള രീതിയിൽ മാറും. തൊട്ടടുത്ത് 2 ആയിരുന്ന സെക്ഷൻ 1 ആവുകയും ചെയ്യും. ഓക്കെ, കമന്റ് ചെയ്തത്. ഓക്കെ, ഞാനിപ്പോ ഇനി ജോമെട്രി ഞാനത് കമന്റ് ചെയ്യാൻ കാരണം ഞാൻ പുതിയ അടുത്ത കമാൻഡ് കൊടുക്കുകയാണ്. ജോമെട്രി GOMETRY. 4 മാർജിനും ഞാൻ മാറ്റുകയാണ്. ലെഫ്റ്റ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ, റൈറ്റ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ, ടോപ്പ് ഈക്വൽ ടു 1.5 സെന്റിമീറ്റർ, ബോട്ടം ഈക്വൽ ടു 1.5 സെന്റിമീറ്റർ. ഇങ്ങനെ കൊടുക്കുകയാണ്. വളരെ നാരോ മാർജിൻ മതി. ഇനി സേവ് ചെയ്തു, കമ്പയർ ചെയ്യുന്നു. ലെഫ്റ്റ് റൈറ്റ് RIGHTH മറന്നുപോയി. അതുകൊണ്ടാണ് ഇവിടെ എറർ വന്നത്.
കീ വാല്യൂ എഴുതിയിരിക്കുന്നുണ്ട്. പാക്കേജ് കീ വാൽ എറർ RIGT അൺഡിഫൈൻഡ്. അപ്പോൾ അത് എററായിരുന്നു. സോ ശരിയാക്കി കമ്പയർ ചെയ്യുന്നു. എററൊന്നുമല്ല, ഔട്ട്പുട്ട് ചെയ്യുന്നു. അപ്പോൾ അതനുസരിച്ച് കേട്ടോ. ഈ മാർജിൻ കഴിഞ്ഞിട്ടാണ് ബൗണ്ടറി എഴുന്നിട്ടായിരിക്കും പേജ് നമ്പർ വരിക. അതുകൊണ്ടാണ് പേജ് നമ്പർ ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആണ് നമ്മുടെ ഇങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇതും അങ്ങ് കമന്റ് ചെയ്തിട്ട് എല്ലാ മാർജിനും 3 സെന്റിമീറ്റർ ആക്കി വെക്കുന്നു. ഒരു സിമ്പിൾ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. അതിൻ്റെ ആർട്ടിക്കിൾ ആണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തു. ഓതറുടെ പേര് എഴുതി, ഡേറ്റ്, പിന്നെ മേക്ക് ടൈറ്റിൽ എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ അത് പ്രിന്റ് ചെയ്ത് വരുന്നു. സെക്ഷൻസും സബ് സെക്ഷൻസും ഒക്കെ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ ഡോക്യുമെന്റിന്റെ ഒരു സ്റ്റൈൽ. ഇനി സപ്പോസ് ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ആർട്ടിക്കിളിന്റെ ഭാഗമായിട്ടല്ല, നിങ്ങൾക്കൊരു റിപ്പോർട്ടാണ് ഈ സ്റ്റൈലിൽ ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. വേറെ ഒന്നുമില്ല, ആർട്ടിക്കിൾ എന്നുള്ളതിനെ മാറ്റിയിട്ട് റിപ്പോർട്ട് എന്ന് കൊടുക്കുക. സേവ് ചെയ്തു, കമ്പയർ ചെയ്യുന്നു. കണ്ടോ, ഉടനെ തന്നെ അതിന്റെ സ്റ്റൈല് മാറും. നേരത്തെ കണ്ടിരുന്നത് ടൈറ്റിൽ വന്നു, തുടർന്ന് മറ്റ് കണ്ടന്റ്സ് വന്നു. ഇവിടെയൊക്കെ ടൈറ്റിൽ ഒരു സിംഗിൾ പേജിലായിരിക്കും. ഇപ്പൊ ഒരു റിപ്പോർട്ട് വയ്ക്കുമ്പോൾ നമ്മളൊരു ടൈറ്റിൽ പേജ് ഒരു സിംഗിൾ പേജ് ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ വരിക, സിംഗിൾ പേജ് ആണ് ടൈറ്റിൽ. അടുത്ത കണ്ടോ, സെക്ഷൻ 0.1 എന്നാണ് വന്നത്. 0.1 സബ് സെക്ഷൻ വന്നു. അടുത്ത സെക്ഷൻ 0.2, അടുത്ത 0.4, 0.4.1. അടുത്തത് നോക്കാം അതിന്റെ സബ് സെക്ഷൻസ്. അത് കഴിഞ്ഞിട്ട് സബ് സെക്ഷൻ കൊടുത്തപ്പോൾ അതിന് നമ്പറേ വന്നില്ല. അപ്പോൾ ഇതുവരെയാണ് വന്നത്. എന്ത് പറ്റി? ഇവിടെ എന്താ പറ്റിയെന്ന് നോക്കാം. നമ്മൾ നേരത്തെ 0.1 എന്നാണ് വന്നത്, ഇവിടെ 0 വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു റിപ്പോർട്ട് വരുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് വരുന്നു അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ അതിന് ചാപ്റ്റേഴ്സ് അതിനകത്തുണ്ടാവും. അപ്പോൾ റിപ്പോർട്ടിൽ ആദ്യം വരുന്നത് ചാപ്റ്ററാണ്. അപ്പോൾ നമ്മളൊരു ചാപ്റ്ററിനുള്ളിലാണ് ഈ പറയുന്ന മറ്റ് കണ്ടന്റ്സ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചാപ്റ്റർ ആദ്യം കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാത്തത് കൊണ്ടാണ്, ചാപ്റ്റർ നമ്പർ ഇല്ലാത്തത് കൊണ്ടാണ് 0 വരുന്നത്. നമുക്കൊരു ചാപ്റ്റർ കൊടുക്കാം. ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, നോക്കാം. ചാപ്റ്റർ 1 ഫസ്റ്റ് ചാപ്റ്റർ, അതിലെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ സെക്ഷൻ, അതിന്റെ സബ് സെക്ഷൻ 1.2, 1.3 ഇങ്ങനെ പോകും. 1.3, 1.4, 1.4.1. അതിനടുത്ത ഘട്ടം വരുമ്പോഴേക്കും അവിടെ അത് നമ്പർ വരത്തില്ല. അത് റിപ്പോർട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നേരത്തെ പോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ വരികയാണ്. രണ്ടാമത്തെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ വരുമ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു പേജ് അവിടെ അവസാനിച്ചില്ല. എങ്കിലും ചാപ്റ്റർ എല്ലായ്പ്പോഴും പുതിയ പേജിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ചാപ്റ്റർ വീണ്ടും അതിന് തുടർന്ന് അതിന്റെ നമ്പറിങ് എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതുപോലെ അവസാനം നമുക്ക് തേർഡ് ചാപ്റ്റർ കൊടുക്കാം, ഫോർത്ത് ചാപ്റ്റർ, ഇങ്ങനെ എത്ര ചാപ്റ്റേഴ്സ് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് റിപ്പോർട്ട് വരുമ്പോൾ ചാപ്റ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തേത്, നിങ്ങൾക്ക് ഇതൊരു ബുക്കാക്കി മാറ്റണമെന്ന് വിചാരിക്കും. ബുക്ക്. ഓക്കെ, അവിടെ ഈ ടൈറ്റിൽ പേജ് സിംഗിൾ പേജ് ആണ്. അടുത്ത് നോക്കണം. അടുത്ത് എന്ത് പറ്റി? അടുത്തൊരു പേജ് ബ്ലാങ്ക് ആണ്. അത് സെക്കൻഡ് പേജ്. അടുത്തത് തേർഡ് പേജിൽ ചാപ്റ്റർ. അടുത്തത് ഫോർത്ത് പേജ് വന്നപ്പോൾ ഫോർത്ത് പേജും ഇല്ല. ഫോർത്ത് പേജ് ചാപ്റ്റർ 1 ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള കൊടുത്തിട്ടുള്ളൂ. അടുത്ത ഫിഫ്ത്ത് പേജിലാണ് സെക്കൻഡ് ചാപ്റ്റർ വന്നത്. സിക്സ്ത് പേജിൽ അതിന്റെ കണ്ടന്റ്സ് പോകുന്നു. 7, പേജ് നമ്പർ 8, 9, 10 അങ്ങനെ പോകുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത് നോക്കാം.
ബുക്ക് വരുമ്പോൾ ആദ്യം ടൈറ്റിൽ പേജ് കഴിഞ്ഞാൽ ഒരു പേജ് ബ്ലാങ്ക് ആയിട്ട് വിടും. കാരണം ബുക്കിൽ പുതിയ കണ്ടന്റുകളെല്ലാം റൈറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യുക. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഓഡ് പേജാണ് റൈറ്റ്. നമ്മൾ ഒരു ബുക്ക് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഒരു നിവർത്തി വെച്ച ബുക്കാണെന്ന് വിചാരിക്കും. ആദ്യത്തെ പേജ് എല്ലായ്പ്പോഴും ഈ റൈറ്റ് സൈഡിലായിരിക്കും, ലെഫ്റ്റിലല്ല. അത് മറിച്ചു കഴിയുമ്പോഴാണ് ലെഫ്റ്റിൽ വരുന്നത്. അപ്പോൾ ഈവൻ പേജുകളെല്ലാം ലെഫ്റ്റിലും ഓഡ് പേജുകളെല്ലാം റൈറ്റിലും ആയിരിക്കും ബുക്കിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ രണ്ടാമത് സാധാരണഗതിയിൽ ആ പേജ് ബ്ലാങ്ക് ആയിട്ട് വിടുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ചാപ്റ്റർ എല്ലായ്പ്പോഴും റൈറ്റ് സൈഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ 3 എന്നുള്ള നമ്പർ വരുന്നതും റൈറ്റ് സൈഡിൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 4th പേജിൽ കണ്ടന്റ് ഇല്ല, അതുകൊണ്ട് 4th പേജ് ബ്ലാങ്ക് ആയിട്ട് വിടും. അത് കഴിഞ്ഞ് ചാപ്റ്ററിനെ സംബന്ധിച്ച് ഈ ആദ്യത്തെ ചാപ്റ്ററിന്റെ ആദ്യത്തെ പേജ് ഒഴികെ ബാക്കി എല്ലാ പേജിലും മേളിൽ ഇങ്ങനെ ഹെഡർ വരും, ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ എന്ന് ഒക്കെ. അത് അതിനും വ്യത്യാസമുണ്ട്. അവിടെ ഈവൻ പേജിൽ ചാപ്റ്ററിന്റെ പേര് വരും, ഓഡ് പേജ് വരുമ്പോൾ ആ കറസ്പോണ്ടിങ് സെക്ഷന്റെ പേരായിരിക്കും വരിക. 2.2 എക്കണോമിക് അനാലിസിസ്, അങ്ങനെ ഹെഡർ ഡീഫോൾട്ട് ആയിട്ട് വരും. ഇവിടെ 2.3 ആണ് ഇവിടുത്തെ ഹെഡർ. ഇതാണ് ചാപ്റ്റർ. അപ്പോൾ നമുക്ക് സെയിം ഡോക്യുമെന്റിനെ തന്നെ ആർട്ടിക്കിൾ, റിപ്പോർട്ട്, ചാപ്റ്റർ, അത് 3 രീതിയിൽ വ്യത്യസ്ത രീതിയിൽ മാറ്റുമ്പോൾ അതിൻ്റെതായ സ്റ്റൈലിൽ അത് വന്നുകൊള്ളും. ഇതാണ് ഒരു പലതരത്തിലുള്ള ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇതിൽ നിങ്ങൾക്ക് പല കസ്റ്റമൈസേഷൻസ് നടത്താം. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞു, നമ്മൾ ഡോക്യുമെന്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഒരു കണ്ടൻസ് ജനറേറ്റ് ചെയ്യണ്ടേ. കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ വന്നു, അതിനുള്ളിൽ ഏതൊക്കെയാണ് സെക്ഷൻസ്, ഏതൊക്കെയാണ് അതിന്റെ സബ് സെക്ഷൻസ്, ഏതൊക്കെയാണ്, അതൊക്കെ ഏത് പേജിലാണ് വരുന്നത് എന്നൊക്കെ അറിയണ്ടേ. നമ്മൾ സാധാരണ വേർഡിലൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത അവസാനത്തെ നിമിഷമാണ് ഇതെല്ലാം ചെയ്യുക. അത് വേർഡിൽ ഇപ്പോൾ പലപ്പോഴും മാനുവൽ ആയിട്ടാണ് ചെയ്യുക. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനൊരു കമാൻഡ് കൊടുക്കാം, ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ആദ്യമേ കൊടുക്കുക. അവിടെ അത് കണ്ടൻസ് പേജ് പ്രിന്റ് ചെയ്ത് വരും. നോക്കൂ, കണ്ടൻസ് എന്ന് എവിടെയും പ്രശ്നമുണ്ട്. ഇന്ന് കണ്ടൻസ് എന്നാൽ മാത്രമല്ലേ ഒന്നുള്ളൂ. അത് തന്നെ ഒരു കാര്യമുണ്ട്. നമ്മൾ കണ്ടൻസ് പേജ് പ്രിന്റ് ചെയ്യണമെങ്കിൽ 2 തവണ കമ്പയർ ചെയ്യണം. 2ാം തവണ കമ്പയർ ചെയ്തു. നോക്കൂ, നീറ്റായില്ലേ. ഫസ്റ്റ് ചാപ്റ്റർ പേജ് നമ്പർ 5, 1.1 അതിൻ്റെ സെക്ഷൻ, അതിൻ്റെ സബ് സെക്ഷൻ, ഇതെല്ലാം നടക്കാം. ഏതൊക്കെ പേജിലാണെന്നുള്ളത് വളരെ നീറ്റായിട്ട് അത് തന്നെ പ്രിന്റ് ചെയ്ത് തരും. ഇവിടെയും കണ്ടൻസ് കഴിഞ്ഞ് ബ്ലാങ്ക് ആവശ്യത്തിലുള്ള പേജസ് ബ്ലാങ്ക് ആയിട്ട് വിടുന്നുണ്ട്. അത് ഈ പറഞ്ഞ നമ്മുടെ ബുക്കിന്റെ സ്റ്റൈലാണ്. ഇനി ബുക്ക് മാറ്റി റിപ്പോർട്ട് ആക്കിയാലും ഇതുപോലെ തന്നെ കണ്ടൻസ് പേജും എല്ലാം ഉണ്ടാവും. റിപ്പോർട്ട് അവിടെ ഈ പറഞ്ഞ ബ്ലാങ്ക് ലൈൻസ് വരത്തില്ല, ബ്ലാങ്ക് പേജസ് വരത്തില്ല, എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരും. കണ്ടൻസ് ഇനി നിങ്ങൾക്ക് റിപ്പോർട്ടിന് പേര് ആർട്ടിക്കിൾ കൊടുത്താലും അവിടെയും നിങ്ങൾക്ക് കണ്ടൻസ് കിട്ടും. അത് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വരും. പക്ഷേ അവിടെ റിമെമ്പർ, അവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്, ചാപ്റ്റർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ വരുമ്പോൾ ചാപ്റ്റർ ഞാനത് കമൻറ്റ് ചെയ്ത് വെക്കാം, പിന്നീട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാം. അതുകൊണ്ടാണ് അവിടെ പ്രശ്നം വന്നത്. ഞാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ നമുക്ക് ആർട്ടിക്കിൾ. ഇനി ഒരു കാര്യം കൂടെ, ആർട്ടിക്കിൾ എഴുതുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് അബ്സ്ട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊരു അബ്സ്ട്രാക്ട് കൂടി ഇതിനകത്ത് എഴുതാം. അബ്സ്ട്രാക്ട് begin ABSTRA and abstract. ജസ്റ്റ് ഒരു കണ്ടന്റിന് വേണ്ടി ഞാൻ ആദ്യത്തെ 2 ലൈൻസ് കോപ്പി ചെയ്തിടുകയാണ്. കോപ്പി പേസ്റ്റ് സേവ് ചെയ്തു, കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അബ്സ്ട്രാക്ട് അവിടെ പ്രിന്റ് ചെയ്ത് വരും. അത് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നമുക്ക് എടുക്കാം. കണ്ടൻസ് കഴിഞ്ഞിട്ടാണ് അബ്സ്ട്രാക്ട് ചെയ്യുക.
റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ കണ്ടൻസ് കഴിഞ്ഞിട്ട് അബ്സ്ട്രാക്ട് കൊടുത്താൽ മതി. ഇനി റിപ്പോർട്ടാണെങ്കിലും ഈ അബ്സ്ട്രാക്ട് ഉണ്ടാവും. അത് ഒരു ഫ്രഷ് പേജിലായിരിക്കും. പക്ഷെ എനിക്കൊന്ന് ചാപ്റ്ററിൽ അബ്സ്ട്രാക്ട് ഇല്ല. ചാപ്റ്ററിൽ അബ്സ്ട്രാക്ട് ഇല്ല. ചാപ്റ്ററല്ല, സോറി, ബുക്കില്ല. സോറി, ബുക്കിലാണ്. ബുക്കിൽ അബ്സ്ട്രാക്ട് ഇല്ല. അപ്പോൾ ബുക്കിൽ ഒഴികെ റിപ്പോർട്ടാണെങ്കിലും ആർട്ടിക്കിൾ ആണെങ്കിലും നമുക്ക് അബ്സ്ട്രാക്ട് ഉണ്ടാകും. കണ്ടന്റിൽ വ്യത്യാസം പറഞ്ഞെങ്കിൽ 2 തവണ കമ്പയർ ചെയ്യണം. ഇനി കൂട്ടത്തിൽ പറയാം, ഇപ്പൊ നമ്മളിപ്പോ ഒരു സെക്ഷനും സബ് സെക്ഷനും ഒക്കെ കൊടുക്കുന്നു. നമുക്കിപ്പോ ഈ വിക്കിപീഡിയ എന്നുള്ളത് സെക്ഷനായിട്ട് തന്നെ വരണം. പക്ഷെ ഈ നമ്പർ വേണ്ട, നമുക്ക് സെക്ഷന്റെ സ്റ്റൈലിൽ തന്നെ വരണം. അങ്ങനെ നമുക്ക് നമ്പർ ഇല്ലാത്ത സെക്ഷൻസ് എഴുതണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ സ്റ്റാർ എന്ന കമാൻഡ് കൊടുത്താൽ മതി. അപ്പോൾ അതിന്റെ നമ്പർ ഒഴിവാകും. അപ്പൊ ശ്രദ്ധിക്കാനുള്ളത് ഇത് 2 എന്നുള്ളത് മാറി. ഇപ്പൊ ചോട്ടിൽ 3 ഉണ്ടായിരുന്നത് ഇനി സ്വാഭാവികമായിട്ടും 2 ആകും. വിക്കിപീഡിയ ഇതിപ്പോ 2 ആയി. ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമ്പർ മാറുന്നതല്ല. ഇത് 2 എന്നുള്ളത് 3 ആയിരുന്ന 2 ആയി, 4 ആയിരുന്നത് 3 ആയി. അപ്പൊ 3.1 എന്ന് പറയുന്നത് 4.1 ആയിരുന്നത് 3.1 ആകും. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. ഇനി ഇതിവിടെ മാത്രമല്ല മാറുന്നത്. നമ്മളിപ്പോ മിക്കവാറും പല ഡോക്യുമെന്റിൽ ബൈ ഫ്രം സെക്ഷൻ 1.1 അല്ലെങ്കിൽ സെക്ഷൻ 1 എന്നൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ റെഫറൻസ് ഒക്കെ പറയുമല്ലോ, അവിടെ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ മാറും. അതിപ്പോ നമ്മൾ തൽമലത്ത് തുറന്നു വരുന്ന സമയങ്ങളിൽ അത് കാണും. അപ്പോൾ ഇതാണ് ലാറ്റക്കിന്റെ ഒരു ഗുണം. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് ലാറ്റക്ക് തന്നെ ചെയ്തോളും. ഇങ്ങനെ നമ്പർ ഇല്ലാത്ത സെക്ഷൻസ് കൊടുക്കാനായിട്ട് സെക്ഷൻ സ്റ്റാർ കൊടുത്താൽ മതി. റിമെമ്പർ, അത് വരുമ്പോൾ ആ നമ്പർ ഇല്ലാത്ത സെക്ഷൻസ് ഒന്നും ഇവിടെ കണ്ടൻസ് പേജിൽ വരില്ല. ഇവിടെ നേരത്തെ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, മാറ്റം വരണമെങ്കിൽ ഒന്നുകൂടെ കമ്പയർ ചെയ്യണം. ഒരിക്കൽ കൂടെ കമ്പയർ ചെയ്തു സെക്ഷനിൽ അത് മാറ്റം വന്നു. നമ്പറുള്ള സെക്ഷൻസ് ആൻഡ് ചാപ്റ്റേഴ്സ് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇത്രയൊക്കെയാണ് മിനിമം ഇവിടെ വേണ്ട ഡോക്യുമെന്റിന്റെ സ്റ്റൈൽ. നമുക്കിനി ഇവിടെ ഇതിൽ തന്നെ ഇറ്റാലിക്സും ഈ പറയുന്ന നേരത്തെ കണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പലപ്പോഴും ഒരു ആർട്ടിക്കിൾ, ഒരു പേരെഴുതുമ്പോൾ ഞാനിപ്പോൾ ആർട്ടിക്കിളിന്റെ എന്റെ പേരെഴുതുകയാണ്. എനിക്ക് എന്റെ ഡെസിഗ്നേഷനും മറ്റും കൊടുക്കണമെങ്കിൽ നമുക്ക് പുതിയ ലൈൻ ക്യാരക്ടർ കൊടുത്തിട്ട് കൊടുക്കാം. സേവ് ചെയ്തു, കമ്പയർ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ടൈറ്റിലും മറ്റുമൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഇനി എനിക്ക് തന്നെ ഇടതിനിടയ്ക്ക് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു 5 പോയിന്റ് സ്പേസ് കൊടുക്കും. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ ടൈറ്റിൽ ഇതിന് നമുക്ക് സപ്പോസ് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് എന്തെങ്കിലും എഴുതണമെന്ന് വിചാരിക്കും. അത് നമുക്കിവിടെ ഒരു ഫുട് നോട്ടായിട്ട് എഴുതാൻ പറ്റും. അതിന് താങ്ക്സ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. താങ്ക്സ്, അതിനുള്ളിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറോ താങ്ക്സ് അവിടെ നോക്കി ഇവിടെ ഒരു സ്റ്റാർ വരും. ഇവിടെ ഫുട് നോട്ടായിട്ടായിരിക്കും അത് വരിക. ഇത് റിപ്പോർട്ടാണെങ്കിലും എല്ലാത്തിലും ഇത് ഒക്കെ ഉണ്ടാവും. റിപ്പോർട്ട് ഇവിടെ 1 എന്നുള്ള നമ്പർ ആയിരിക്കും വരിക. അത് ഇവിടെ ചോട്ടിൽ വരിക. താങ്ക്സ്. ബുക്കിലാണെങ്കിലും അതുണ്ടാവും. ബുക്ക് വരുമ്പോൾ അബ്സ്ട്രാക്ട് എന്നുള്ളത്, അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ആണല്ലോ. അത് എന്ത് ചെയ്തു, നമ്മൾ
അബ്സ്ട്രാക്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല. ബിഗിൻ അബ്സ്ട്രാക്റ്റും എൻഡ് അബ്സ്ട്രാക്റ്റും രണ്ടും കമന്റ് ചെയ്യാം. അപ്പൊ ഈ കണ്ടന്റ് അവിടെ തന്നെ നിൽക്കും. കണ്ടന്റ് വേണമെങ്കിലും കമന്റ് ചെയ്യാം. 15 ഓക്കെ, കണ്ടന്റും കമന്റ് ചെയ്തു. ഈ ബുക്ക് അവിടെയും ഈ പറഞ്ഞ താങ്ക്സ് കമാൻഡ് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ആണെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഒന്നിലധികം ഓതേഴ്സിനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിന് ഇവിടെ ആൻഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് എടുക്കുക. ആൻഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഓതർ. ഇവിടെ ആയിരിക്കും വരിക, വലത്തേക്ക് നീങ്ങുക. അത് അടുത്ത ഓതറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു. സ്പേസ് കൊടുത്തു. അത് മാത്രം മതി. അയാളുടെ പേര് മാത്രമാണെങ്കിൽ ഈ റൈറ്റിലേക്ക് വരും, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഉണ്ടെങ്കിൽ അത് ചോട്ടിലേക്ക് വരും. അങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഒന്നിലധികം ഓതേഴ്സിന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കൊടുക്കാം. ഇവിടെ ഒരു താങ്ക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നോക്കാം. അത് വേറൊരു ക്യാരക്ടർ ആയിരിക്കും. ഇവിടെ സ്റ്റാർ വന്നു, ഇവിടെ ഈ ഡാഗർ സിമ്പൽ ഉണ്ടോ. അപ്പൊ നമുക്ക് വ്യത്യസ്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. റിപ്പോർട്ട് ആയെങ്കിലും അതങ്ങനെ തന്നെ മാറും. ഓക്കെ, അവിടെ 1 2 എന്നാണ് പേരിൽ വരും. സോ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ഓതേഴ്സ് പേര് കൊടുക്കാം. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ആർട്ടിക്കിൾ ഓക്കെ. ഇനിയിപ്പോ നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മതി. ഒരു ഫൈനൽ സ്റ്റേജ് കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു ആർട്ടിക്കിൾ ഒരു ജേർണലിലേക്ക് അയക്കുകയാണ്. റിസർച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, റിസർച്ച് സ്കോളേഴ്സ് ഒക്കെ, അപ്പോൾ ആ ജേർണലിലേക്ക് അയക്കുമ്പോൾ മിക്കവാറും എല്ലാ ജേർണലും ഇപ്പോൾ സ്വന്തം അവരുടെ തന്നെ ഒരു ലാറ്റക്കിൻ്റെ ഒരു ടെംപ്ലേറ്റ് തരുന്നുണ്ട്. അപ്പോൾ അവരവരുടെ തന്നെ പേരും അവരുടെ ആർട്ടിക്കിളിൻ്റെ പേരൊക്കെ അവിടെ കൊടുത്തിരിക്കും. ആ സ്റ്റൈലിലായിരിക്കും ആ ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിനെ ആ ലാറ്റക് ടെംപ്ലേറ്റ് അനുസരിച്ച് നമ്മൾ ഇതിനെ പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യുമ്പോൾ മിക്കവാറും കമാൻഡുകളൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എങ്ങനെ അവിടെ നമ്മൾ ഈ അവരുടെ സ്റ്റൈലിലേക്ക് ഇത് മാറ്റും. ഉദാഹരണത്തിന് നിങ്ങൾ LC വരേണ്ട ഒരു ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത് വിചാരിക്കുക. എൽസ് ആർട്ട് എന്നാണ് സാധാരണഗതിയിൽ അവരുടെ ഈ ഡോക്യുമെന്റ് ക്ലാസിന്റെ പേര്. എൽസ് ആർട്ട്. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, എൽസ് ആർട്ട് എന്നുള്ള പേരിലൂടെ കൊടുക്കുക. കണ്ടന്റ് ഇങ്ങനെ തന്നെയാണ്. അല്ല, എൽസ് ആർട്ട് അല്ല, എൽസ് ആർട്ടിക്കിൾ. എൽസ് ആർട്ടിക്കിൾ ELS. ഓക്കെ, ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്, നോക്കാം നമുക്ക്. അവർക്ക് അവരുടെ സ്റ്റൈൽ വരുമ്പോൾ ചിലപ്പോൾ ഈ ടൈറ്റിൽ പോലുള്ള കാര്യങ്ങളിലൊക്കെ ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എൽസ് ആർട്ടിക്കിൾ. അപ്പോൾ ബാക്കിയുള്ള, അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ടൈറ്റിൽ അങ്ങ് തൽക്കാലം നമുക്കത് കമന്റ് ചെയ്തേക്കാം. അവിടെ അവരെ ചില വ്യത്യസ്ത, അതിനെ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിരിക്കും. ടൈറ്റിൽ ഒഴികെ ബാക്കിയെല്ലാം ഇത് എൽസ് ആർട്ടിക്കിളിന്റെ സ്റ്റൈലാണ്. അതുകൊണ്ട് അവിടെ സബ്സെക്ഷൻ വന്നപ്പോൾ ഇങ്ങനെ വന്നില്ലേ, സബ്സെക്ഷൻ്റെ ഒക്കെ സ്റ്റൈല് മാറി. ഈ എൽസ് ആർട്ടിക്കിളിൽ തന്നെ ചിലപ്പോൾ അതിൽ 2 കോളം 2 കോളമായിട്ടായിരിക്കും ചിലപ്പോൾ വരിക. 2 കോളം COLEMN 2 കോളം എന്ന് പറയുന്നൊരു കമന്റ് ഓപ്ഷനും കൊടുക്കാനുണ്ട്. അപ്പോൾ 2 കോളമായിട്ട് ഇത് മാറും. അപ്പോൾ നമുക്ക് എല്ലാത്തിലും 2 കോളം ഓപ്ഷൻ ഉണ്ട്. എൽസ് ആർട്ടിക്കിൾ
ഒരു കാര്യം ചെയ്യാം, ഈ ആൻഡ് മാറ്റാം. അവർ മൾട്ടിപ്പിൾ ഓതേഴ്സിനെ പറയുന്നത് മറ്റൊരു രീതിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് ഇനി ടൈറ്റിൽ ഒന്ന് കൊടുത്തു നോക്കാം. അതെ, മൾട്ടിപ്പിൾ ഓതേഴ്സ് പറയുന്നത് എൽസ് ആർട്ടിക്കിളിൻ്റെ വേറൊരു സ്റ്റൈലാണ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ? അപ്പോൾ അവരുടെ സ്റ്റൈൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, അബ്സ്ട്രാക്ട് എനിക്ക് തോന്നുന്നത് കണ്ടൻസിന് മുന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ അബ്സ്ട്രാക്റ്റിന് മറ്റൊരു പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. അവിടെ അബ്സ്ട്രാക്ട് അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എൽസ് ആർട്ടിക്കിളിൻ്റെ സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് എൽസ് 2 കോളം മാറ്റിയിട്ട് സിംഗിൾ കോളം ആക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ സപ്പോസ് ഈ എൽസീവറിൻ്റെ ജേണലിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ അതിനൊന്ന് മോഡിഫൈ ചെയ്ത് വേറൊരു ജേണൽ അയക്കണമെന്ന് വിചാരിക്കുക. അതാണ് IEEEയുടെ ജേണൽ. അപ്പോൾ IEEE ആണ്, IEEE പ്ലാൻ എന്നുള്ളൊരു അവരുടെ ജേണൽ. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടന്റ് മാറ്റാൻ നിൽക്കേണ്ട. കണ്ടന്റ് മുഴുവൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ എൽസ് ആർട്ടിക്കിളിന് പകരം IEEE പ്ലാൻ എന്ന് കൊടുക്കുന്നു, കമ്പൈൽ ചെയ്യുന്നു. IEEE പ്ലാൻ, അതിൻ്റെ സ്റ്റൈൽ മുഴുവനും മാറിയില്ല. അവിടെ നമ്മൾ 2 കോളവും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അത് അബ്സ്ട്രാക്റ്റും എല്ലാം അവരുടെ ഫോണ്ട് മാറി, എല്ലാം കണ്ടോ, അവരുടേതായ മുഴുവൻ സ്റ്റൈലും ഒറ്റയടിക്ക് നമുക്ക് കിട്ടി. ഒന്നുകൂടെ അത് കമ്പൈൽ ചെയ്യാം. ഓക്കെ, നമ്പറിങ്, സെക്ഷൻ നമ്പറിങ് ഉണ്ടോ 1, സബ് സെക്ഷൻ വരുമ്പോൾ ABCD എന്നാണ് അവരുടെ നമ്പറിങ് വരിക. 2, പിന്നെ സബ് സെക്ഷൻ കണ്ടോ, സബ് സെക്ഷൻ ഉണ്ടോ. അപ്പോൾ സബ് സെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സോ ഇതാണ് ലാറ്റക്കിൻ്റെ മാജിക്. നിങ്ങൾ വേർഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ഒരു സ്റ്റൈലിൽ നിന്ന് മറ്റൊരു സ്റ്റൈലിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനും ഡോക്യുമെന്റ് മുഴുവനും പൊളിച്ചെഴുതണ്ടേ. ഞാൻ പറഞ്ഞ ഇതുപോലുള്ള ഈ ടൈറ്റിൽ ഇതൊക്കെ പറയുന്ന ചില കമാൻഡുകൾക്ക് മാത്രമേ അവർ വ്യത്യസ്തമായ രീതിയിൽ വരത്തുള്ളൂ. അത് നമുക്കത് വളരെ ഈസിയാണ്. പക്ഷേ ഈ കണ്ടന്റ് പേജ്, അതായത് നിങ്ങൾ ആ ബിഗിൻ ഡോക്യുമെന്റിന് ശേഷമുള്ള പേജുകളെല്ലാം കണ്ടന്റുകൾ മുഴുവനും അതെല്ലാം ഈ പറഞ്ഞ കോമൺ ഫോർമാറ്റിലായിരിക്കും അത് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, കണ്ടന്റ് മാറ്റേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന സ്റ്റൈൽ, അതായത് ഡോക്യുമെന്റ് ക്ലാസ് മാത്രം ഒന്ന് മാറ്റിയാൽ മതിയാകും. ഇതാണ് നമുക്ക് ലാറ്റക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇത് പറയാൻ വേണ്ടി അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് പറയിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയുള്ളൂ. നമുക്ക് പഴയ രീതിയിലേക്ക് പോകാം. ഓക്കെ, ഇതിപ്പോൾ വീണ്ടും ഒന്നുകൂടി കമ്പയർ ചെയ്യണം, കണ്ടൻസ് പഴയപടി വരാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇത്രയും കാര്യങ്ങളോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് കാണാം. താങ്ക് യു.